ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ടൈപ്പിലുള്ള ഫിഷ് കറിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു അങ്കിളുടെ വീഡിയോ ഒന്ന് അടിച്ചു മാറ്റിയതാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കിലോളം ഫിഷ് എടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള മുള്ള് കുറഞ്ഞിട്ടുള്ള മീനാകുമ്പോഴാണ് ഈ മീൻ കറി നന്നായിട്ട് ഉണ്ടാവുക. നല്ല ചൂരമീനൊക്കെ കിട്ടുവാണെങ്കിൽ അതാണ് ബെസ്റ്റ്. നമുക്ക് ഇവിടെ കിട്ടുന്നത് രോഹു എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ അതാണിത്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാണ്. കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് സോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുള്ളിയാണ് വേണ്ടത്. കുഞ്ഞുള്ളി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത്. സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ വഴന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ തക്കാളിയും കൂടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളകിൻ്റെയും നോർമൽ മുളക് പൊടിയുടെ മിക്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ചേർക്കുന്ന മുളക് പൊടിക്ക് എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കണം. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെപ്പോഴത്തേക്കും കൂടെ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറി ഈ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി. നമുക്കിത് ഓഫ് ചെയ്തിട്ട് നല്ലോണം അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരച്ചാൽ മതി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവേൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കടുകും കൂടെ. രണ്ടും പൊട്ടട്ടെ നന്നായിട്ട്. കടുക് ഉലുവയും നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ചെറിയ പുളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പുളിൻ്റെ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരപ്പരച്ച ജാറുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറവാണ്, അപ്പം ഞാൻ ഇച്ചിരിയും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻകറിയുടെ ചാറ് നല്ല തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് ഫിഷ് ഒരു ഹാഫിൻ്റെ മേലെയും കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഫസ്റ്റ് അരപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർത്ത ഉപ്പാണ്. കുറച്ച് ഉപ്പ് വേണം. പുളി അത്ര ഇറങ്ങിയിട്ടില്ല, അതിൽ കുടംപുളിയാണ്. കുറച്ച് കഴിയുമ്പം നന്നായിട്ട് ഇറങ്ങിക്കോളും. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. ആർക്കെങ്കിലും മീൻ മുളകിടുമ്പം കട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ അത് ഈ റെസിപ്പിയോടെ തീരും. നല്ല കട്ടിയുള്ള മീൻ മുളകിട്ടതാണ്. നമുക്കൊരു പ്ലേറ്റോട്ട് മാറ്റണം. അപ്പം നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡിയാണ്. അത് സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. ഒന്നാമത് ഇതിൻ്റെ തിക്നെസ്, നല്ല കട്ടിയുള്ള മീൻമുളകിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subhi signing off from Bites. Bye bye.